CM സുന്ദരം 5 തവണയാണ് സ്വതന്ത്രനായിട്ട് പാലക്കാട് നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. പിന്നീട് ഈ CM സുന്ദരത്തെ പരാജയപ്പെടുന്നത് TK നൗഷാദ് എന്ന് പറയുന്ന CPMന്റെ സ്ഥാനാർത്ഥിയാണ്. ഇതേ നൗഷാദിനെ പിന്നീട് ശങ്കരനാരായണൻ പരാജയപ്പെടുത്തി. പിന്നീട് അവിടെ KK ദിവാരൻ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. പക്ഷെ പിന്നീട് പാലക്കാട്ട് CPMന് പച്ച തൊടാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലം BJPക്ക് വളക്കൂറുള്ളതായി മാറിയെങ്കിലും ജയിച്ചു കയറുന്നത് കോൺഗ്രസ് ആണ്. ഷാഫി പറമ്പിൽ തുടർച്ചയായിട്ട് 3 തവണ ജയിക്കുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടൻ ജയിക്കുന്നു. ഇത്തവണ രമേശ് പിഷാരടി വരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുള്ള സ്ഥാനാർത്ഥി അവിടെ രംഗത്തേക്ക് ഇറക്കി. ശോഭാ സുരേന്ദ്രന് പാലക്കാട്ട് പ്രതീക്ഷയുണ്ട്. അതിനകത്ത് ഈ പാലക്കാട് മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ തവണ നിന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കൂടെയാണ്. അവിടെ 2 തവണ ഒരുപക്ഷെ CPMും ജയിച്ചിട്ടുണ്ട്. CPMനും സാധ്യതയുള്ള മണ്ഡലം എന്നാണ് കരുതാൻ. ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ ഏതാണ്ട് 2 ലക്ഷത്തിനടുപ്പം വോട്ടുള്ളിടത്ത് 40,000 വോട്ട് മാത്രമാണ് ന്യൂനപക്ഷത്തിനുള്ളത്. ബാക്കി ബഹുഭൂരിപക്ഷം ഹൈന്ദവ വോട്ടുകൾ മാത്രമുള്ള അടുത്ത് ഏതാണ്ട് 10,000 താഴെ മാത്രമാണ് ക്രിസ്ത്യൻ വോട്ടുകളുള്ളത്. അപ്പം അവിടെ ഈ CPM ജയിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ദിവാരൻ ജയിച്ചല്ലേ. അതിനു മുമ്പ് ഇപ്പം CPM കളിക്കുന്ന കളി അല്ലെങ്കിൽ ഇപ്പം കളിക്കാൻ ഉദ്ദേശിക്കുന്ന കളി അവിടെ നൗഷാദ് എന്ന് പറയുന്ന ആളിനെ വെച്ച് 2001 മുമ്പ് അല്ലേ 96-ലാണ് TK നൗഷാദ് ആദ്യം ജയിക്കുന്നത്. 96 പിന്നെ 2001 ശങ്കരനാരായണൻ തോറ്റു. അന്ന് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ്. പിന്നെ അതിനുശേഷം വീണ്ടും ദിവാകരൻ വരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് അവിടെ ജയിക്കുന്നത് ഷാഫി പറമ്പിലായിരുന്നു. പിന്നെ മാങ്കൂട്ടത്തിൽ ബൈ ഇലക്ഷന് ജയിച്ചു വരുന്നൊരവസ്ഥ. അപ്പം ഇപ്പം അവിടുത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ CPM 3-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്തെന്ന് പറയുമ്പോൾ 2-ാം സ്ഥാനത്തെ സ്ഥാനാർത്ഥിയെക്കാട്ടിൽ 10% വോട്ടിൻ്റെ കുറവാണ് കഴിഞ്ഞ 1, 2, 3 തിരഞ്ഞെടുപ്പുകളിൽ അവിടെ CPMന് വെച്ചിട്ടുണ്ട്. അതായത് CPMന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയോ അത് ആ സീറ്റ് അല്ലെങ്കിൽ അവർക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ ഈ 3 മുന്നണികൾ കൂടി വരുമ്പോൾ മത്സരിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കുന്നതേ ഉള്ളൂ. ആ മത്സരം വരുന്നത് UDFും BJPയും തമ്മിലാകുന്ന ഒരവസ്ഥ. അത് ആ രീതിയിലേക്ക് CPMനെ പുറകോട്ടടിച്ചത് ആദ്യമേ ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ വരുന്ന സമയത്താണ്. അതിനുശേഷമാണ് CPM ഇത്രയും പുറകിൽ പോകുന്നത്. അന്ന് ശോഭയാണ് 19 നിന്ന് 29 ഈ പറയുന്ന സീറ്റിനെ കൊണ്ടുവന്നു. അതിനുശേഷം മെട്രോമാൻ അവിടെ മത്സരിക്കുന്നു. ആ പ്രാവശ്യമാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഈ ഷാഫി പറമ്പിൽ അവിടെ ഏറ്റവും കഷ്ടി ജയിക്കും. അതായത് 3000-നകത്ത് വോട്ടിനെ ജയിക്കും. അപ്പോൾ അവിടെ BJPക്ക് ജയിക്കും എന്നുള്ള സാധ്യത വരുന്നു. അതിന് ഷാഫി അവിടുന്ന് മത്സരിക്കാൻ പോകുന്നു. ബൈ ഇലക്ഷൻ വരുന്നു. അതിനകത്തെ കുഴപ്പം കൊണ്ട് അവിടെ തോക്കും. ശരിക്കും പറഞ്ഞാൽ BJP ഇല്ലാത്തതുകൊണ്ടല്ല, BJP ഉള്ളത് കൊണ്ടാണ് ആ സീറ്റിൽ അത്രയും ഭൂരിപക്ഷത്തിൽ നമ്മുടെ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത്. മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നു. ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി പറയാൻ കാര്യം, ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ CPM പൊതു സ്വതന്ത്രനെ എവിടെ പരിഗണിക്കുന്നോ അവിടെ ആ സീറ്റ് CPM യാതൊരു രക്ഷയുമില്ല, സാധ്യതയുമില്ല എന്നുള്ളിടത്താണ് വിവേകസമാഷണം. പക്ഷേ ആ പൊതു സ്വതന്ത്രനെ പലയിടത്തും CPM ജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. CPMന് സാധ്യതയില്ല, രക്ഷയില്ല എന്ന് കാണുന്നിടത്താണ് അവരുടെ അവിടെ പാർട്ടി ചിഹ്നം മാറ്റി വെച്ചിട്ട് ഒരു പൊതു സ്വതന്ത്രൻ എന്ന് പറയുന്ന ഒരാളിനെ പരിഗണിക്കാറുള്ളൂ. പക്ഷേ അങ്ങനെ പരിഗണിക്കുന്നിടത്ത് പലയിടത്തും CPM ആ പൊതു സ്വതന്ത്രനെ ജയിപ്പിച്ചെടുത്ത ചരിത്രം നമുക്കിപ്പോൾ തന്നെ ഒരു മന്ത്രി അതിൻ്റെ ഭാഗമാണല്ലോ. ഇപ്പം കഴിഞ്ഞ മിനിസ്ട്രിയിലിരുന്ന മന്ത്രി, സ്പോർട്സ് മന്ത്രി അതിൻ്റെ ഭാഗമാണ്. ഇപ്പം ഇവിടെ പൊതു സ്വതന്ത്രനായിട്ട് വന്നിരിക്കുന്നത് ഒരു റസാഖ് അല്ലേ, വലിയ മുതലാളിയാണ്, അല്ലെങ്കിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഭാരവാഹിയാണ്. അപ്പം പിന്നെ നിൽക്കുന്നത് പിഷാരടി. അവിടെ യാതൊരു കാരണവശാലും എത്ര പറയുമ്പോഴും പിഷാരടി കോൺഗ്രസ് ആണോ, പിഷാരടി ആ നാട്ടുകാരനാണോ? പക്ഷെ പിഷാരടി എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പിഷാരടിയെ കാണുമ്പോൾ ചിരിക്കുമായിരിക്കും, നല്ലവനാണെന്ന് പറയുമായിരിക്കും. പക്ഷേ രാഷ്ട്രീയ തട്ടിൽ വരുമ്പോൾ പിഷാരടി ഒരു ജോക്കർ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കാണാൻ ഒരു പക്ഷേ ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ, ഇതിന് ശേഷം ഒരുപക്ഷെ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പിഷാരടി ഈ പറഞ്ഞ നിങ്ങൾ കാണിക്കുന്നത് പോലെ ഒരു തമാശക്കാരനല്ല, സീരിയസ് ആണ്, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ആളെന്ന് തെളിയിച്ചു കൊടുത്താൽ പരിഗണിക്കുമായിരിക്കും. സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞത്. അല്ലാതെ ഇപ്പോഴത്തെ പരിഗണന അതേ രീതിയിലേ വരത്തുള്ളൂ. അതുകൊണ്ട് അവിടെ ഈ 2 സ്ഥാനാർത്ഥികളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ 1ഉം 2ഉമായിട്ട് നിൽക്കുന്നത്, അതായത് 1 കോൺഗ്രസ് 2 BJP. ഈ രണ്ടാമത് നിൽക്കുന്ന BJPയുടെ ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ മറ്റു പല സ്ഥാനാർത്ഥികളെ, അതായത് ഈ 140 ഇടത്തും ഉള്ള BJP കാൻഡിഡേറ്റ്സിനെ പരിശോധിക്കുമ്പോൾ നമ്മളുടെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായത്തിൽ 1ാമത്തെ പുള്ളിങ് കാൻഡിഡേറ്റാണ് BJPയുടെ.
അതായത് അവർ വന്നാൽ നിന്നാൽ ഷാഫി അതുപോലുള്ള ഒരു കോൺഗ്രസിനകത്തു നിന്നുള്ള ഒരാളാണ്. അവർ വന്ന് നിന്നാൽ അവർ ജനത്തിനെ സ്വാധീനിക്കും, അവരുടെ പുറകിൽ ജനം ഉണ്ടാകും, അല്ലെങ്കിൽ അവർ വോട്ടിനെ സ്വാധീനിക്കും. ഒരു കാൻഡിഡേറ്റ് എന്നുള്ളതിൽ വളരെ പുള്ളിങ് കാൻഡിഡേറ്റ്, ആ കാൻഡിഡേറ്റിന്റെ കൂടെ മത്സരിക്കാൻ പ്രാപ്തമായിട്ടുള്ളവരല്ല ഈ സ്വതന്ത്രൻ, CPM സ്വതന്ത്രനും അല്ലെങ്കിൽ UDF. പക്ഷേ ഇവിടെ ഒരു അപകടമുണ്ട്. അവിടെ ഈ പെട്രോമാനെ തോൽപ്പിച്ചതും അപകടമാണ്. പണ്ട് TA നൗഷാദ് എന്ന് പറഞ്ഞ ആൾ ജയിച്ചതും അപകടത്തിലാണ്. അവിടെ ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചാൽ, ഭൂരിപക്ഷ ഏകീകരണം പോലെ 2 സ്ഥാനാർത്ഥികൾ, ഒന്ന് പിഷാരടി, ഒന്ന് ഈ പറയുന്നത് പോലെ ശോഭാ സുരേന്ദ്രൻ. ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് പ്രത്യേകത, അവർ രണ്ടും ഈ പറയുന്നത് പോലെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരും ഈ TA നൗഷാദ് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുമായിട്ട് വന്നാൽ ഒരു ഇടത്ത് ജയിക്കാൻ 50,000 വോട്ടിൽ പുറത്തുള്ള സാധനം മതിയല്ലോ. 40,000 വോട്ടോളം, അല്ലെങ്കിൽ മൊത്തത്തിൽ ന്യൂനപക്ഷത്തിന് 50,000 വോട്ട് അവിടെ ഉണ്ട്. ന്യൂനപക്ഷ ഏകീകരണം നടന്നാൽ ഷാഫി ഏറ്റവും അവസാനം ജയിച്ചതുപോലെ, പണ്ട് TK നൗഷാദ് ജയിച്ചതുപോലെ, ഈ പറയുന്ന റസാഖ് ജയിക്കാനുള്ള സാധ്യതയും അവിടെ കുറച്ച് കാണിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില അട്ടിമറികൾ, കാരണം ഓരോ ദിവസം കഴിയും തോറും ഏതൊക്കെ രീതിയിൽ പോകുമെന്ന്. ആദ്യം ജയിക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്നത് പോലെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. BJPക്ക് ജയിക്കും, MLA ഉണ്ടാവുന്ന ഒരവസ്ഥ വന്നാൽ ആദ്യത്തെ MLA ലിസ്റ്റിൽ എഴുതാൻ പറ്റുന്നത് എൻ്റെ കണക്കുകൂട്ടനുസരിച്ച് പാലക്കാട് തന്നെയായിരിക്കും. പക്ഷേ പാലക്കാട്ടിൽ CPM ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി, മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി റിസ്ക് എടുക്കും. അവർ ജയിക്കാൻ വേണ്ടിയുള്ള കളിയാണ്. അതിനകത്ത് ഏത് കളി അവർ കളിക്കും. ഈ പാലക്കാട് അവർക്ക് യാതൊരു സാധ്യതയില്ല. പാലക്കാട് വളരെ പുറകിലാണ്. അവിടെ എടുത്തുകൊണ്ട് വരാനും അല്ലെങ്കിൽ കൊണ്ടുകയറാനും പറ്റാത്ത രീതിയിലേക്ക് CPM പുറകെ പോയിട്ടുണ്ട്, സ്ഥാനാർത്ഥി പുറകെയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു പൊതു സ്വതന്ത്രം നൽകി. ഈ പൊതു സ്വതന്ത്രനെ വെച്ച് കളിച്ച് അവസാനം ആ കളി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു ധ്രുവീകരണ രാഷ്ട്രീയം, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ ഈ പറയുന്ന CPMന്റെ കാൻഡിഡേറ്റ് ആയിരിക്കും ജയിക്കാൻ സാധ്യത. സാധ്യത മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ സംഭവിച്ചേക്കാം. ആ രീതിയിലേക്കുള്ള ഒരു നീക്കം പാലക്കാട് നടക്കുന്നുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ ഇതെല്ലാം മറികടക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതണം. കാരണം മറ്റ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ദുർബലമാണ്. അതുപോലെ തന്നെ ഈ പാലക്കാട്ട് നമ്മൾ പറയുന്ന ബൈ ഇലക്ഷനിൽ നിന്ന മാങ്കൂട്ടത്തിനെ നിർത്താത്തതിനകത്ത് എത്ര പറയുമ്പോഴും മാങ്കൂട്ടത്തിൽ ഭാഗം ശരിയാണ്, അല്ലെങ്കിൽ അയാളുടെ ഭാഗം നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ വോട്ട് എവിടോട്ട് പോകും? CPMൽ പോകുമോ BJPയിൽ പോകുമോ? അതിനനുസരിച്ച് അവിടെ ജയസാധ്യത, അതും ആ ഒരു ജയസാധ്യതയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഈ പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട സർവേകളെല്ലാം വന്നിരുന്നത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് മുമ്പാണ്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് മുമ്പ് പാലക്കാട് നിയോജകമണ്ഡലം പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അവിടെ UDF ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെ, UDF ആണ് അവിടെ ജയിക്കേണ്ടത്, കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത്. പക്ഷേ അങ്ങനെ കോൺഗ്രസ് ജയിക്കേണ്ട ഒരു നിയോജകമണ്ഡലത്തെ കോൺഗ്രസ് തന്നെ തിരഞ്ഞെടുത്തായിട്ടുള്ള സ്ഥാനാർത്ഥിയിലൂടെ കോൺഗ്രസ് തന്നെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്നുള്ളത് അറിയാതെ അല്ല കോൺഗ്രസ് അവിടെ പിഷാരടിയെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് എങ്ങനത്തെ കാൻഡിഡേറ്റാണ്? അവരൊരു ഫയർ ബ്രാൻഡ് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റാണ്. ഫയർ ബ്രാൻഡ് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിന് എതിരെ അതേ ഡൈമെൻഷൻ പുലർത്തുന്ന അതേ ലെവലിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമാണ് ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിനൊപ്പം നിർത്താൻ പറ്റും. അത് കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന സ്ട്രാറ്റജിക്കൽ ഫാൾട്ടാണ്. ശരിക്കും തന്ത്രപരമായിട്ട് അവർ പരാജയപ്പെട്ടു. ആ പരാജയത്തിൻ്റെ ഒരു റിസൾട്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നുവെച്ചാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. ഇവിടെ CPM കാഴ്ചക്കാർ മാത്രമാണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സരിനെ വീണ്ടും പരീക്ഷണത്തിന് വേണ്ട എന്ന് പറഞ്ഞ് സരിനെ മാറ്റി നിർത്തി. സരിന് വേണ്ടിയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്, അവനെ മാറ്റി നിർത്തി. എന്നിട്ട് അവർ ആലോചിക്കുന്ന സമയത്താണ് അവർ തെരഞ്ഞെടുപ്പ് ചരിത്രം മുഴുവൻ പരിശോധിക്കുകയും നൗഷാദിലേക്ക് എത്തുകയും ചെയ്യും. ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് ജയിച്ചുകൊണ്ടിരുന്നു? അതിൻ്റെ ഉത്തരമാണ് നൗഷാദിൽ അവർ കാണുന്നത്. അങ്ങനെ അവർ 2026 മത്സരിക്കാൻ പറ്റുന്ന ഒരു നൗഷാദിനെ അന്വേഷിച്ച സമയത്താണ്
ഈ NRM റസാഖ് എന്ന് പറയുന്ന ഹോട്ടൽ വ്യവസായ ശൃംഖലയുടെ നേതാവിനെ കണ്ടെത്തും. അദ്ദേഹം പറയുന്നത് ഞാൻ കയ്യെത്തും ദൂരത്തുള്ള സ്ഥാനാർത്ഥിയാണ്. എന്നുവെച്ചാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ള ഒരാളാണ്. ആ വ്യക്തിബന്ധങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂനപക്ഷത്തിലാണ്. ഒരു നിയോജക മണ്ഡലം മൊത്തമായിട്ട് ഈ മതസ്വാധീനത്തിനകത്ത് പെട്ട് മതവൽക്കരിക്കപ്പെടുക, മതവൽക്കരണം അവിടെ വളരെ ശക്തമാണ്. അങ്ങനെ മതവൽക്കരിക്കപ്പെട്ട സ്ഥലത്ത് CPM എങ്ങനെയാണ് നോക്കൂത്തിയായി വരിക എന്നുള്ളത് CPM പലയിടത്തും പഠിച്ചിട്ടുള്ള ഒരു കാര്യം. പലയിടത്തും അതിൻ്റെ അഘാതത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അവർ പരാജയപ്പെട്ട് അവർ തോറ്റ് തുന്നാസടിച്ചു പോകും. അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ പ്രതിവിധി അന്വേഷിച്ചാണ് അവർ നടക്കുന്നത്. ശരിക്കും കേരളം പതുക്കെ പതുക്കെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും മതവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ CPM ഇനി വരാൻ പോകുന്ന കാലത്ത് പുതിയ തരത്തിൽ അവരെ റീഡിഫൈൻ ചെയ്യേണ്ടത് കൂടി ആവശ്യമാണ്. ആ രീതിയിൽ, അതായത് പൊളിറ്റിക്സൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയമൊന്നുമില്ല, വികസനമാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അത് വെച്ചിട്ടാണ് അവർ വിജയത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നതും അത് ചിലപ്പോൾ ഒരുപക്ഷെ അവർ വിജയത്തിലേക്ക് എത്തിച്ചേക്കാം എന്നവർ കരുതുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ പാലക്കാട് ടാക്ടിക്സ് എന്ന് പറയുന്നത് റസാഖ് വഴി ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങുന്നത്. CPM കുറേ വോട്ട് ശേഖരിക്കാനായിട്ട് കഴിയും. അതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ CPM പോകുന്നതെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റു, 10 മണിക്ക് തോക്കും. പിന്നെ CPM ജയിക്കോ BJP ജയിക്കോ എന്നുള്ളത് എത്രമാത്രം ന്യൂനപക്ഷ വോട്ടുകൾ ഈ റസാക്കിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നുവെച്ചാൽ പെട്ടെന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM കുറച്ചും കൂടി ഈ മത്സരത്തിൽ മുന്നോട്ട് വരാനുള്ള സാധ്യത വന്നിരിക്കും. ത്രികോണ മത്സരം ശക്തമായി വരികയും അതിൽ ദുർബലമാക്കപ്പെടുന്നത് കോൺഗ്രസ് ആയി തീരുകയും ചെയ്യുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പായി തീരുന്നത്. പക്ഷേ വരുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ എണ്ണം കുറച്ചും കൂടി ഉയർന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ CPMൻ്റെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചതും നമുക്കവിടെ നിന്ന് കേൾക്കേണ്ടതായിട്ട് വരും. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് പൊതുവെ ഇത് പോകുന്നത്. എങ്കിലും നമ്മളൊരു രാഷ്ട്രീയ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പാലക്കാട് നിയോജക മണ്ഡലം കിടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് കാണുന്ന BJPയുടെ ഈ വളർച്ച ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ BJPക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് പാലക്കാടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നഗരസഭ BJP ഭരിക്കുന്നത് പാലക്കാട്ടാണ്. അപ്പോൾ അത്തരത്തിൽ വളക്കൂറുള്ള ഒരു മണ്ണായതുകൊണ്ട് തന്നെയാണ് O രാജഗോപാൽ എന്ന് പറയുന്ന അന്നത്തെ BJPയുടെ മുതിർന്ന നേതാവ് പാലക്കാട്ട് മത്സരിക്കാൻ ഇറങ്ങിയത്. അതിനുശേഷമാണ് അദ്ദേഹം റെയിൽവേ കേന്ദ്ര സഹമന്ത്രിയായിട്ടൊക്കെ പോകുന്നത്. ഈ റെയിൽവേ സഹമന്ത്രിയായതിനു ശേഷം പാലക്കാട്ട് ഒരു വലിയ ഓവർബ്രിഡ്ജ് ഉണ്ടാക്കുന്നു. റെയിൽവേ ഓവർബ്രിഡ്ജൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിൽ വളരെ അപൂർവമായി നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ BJP കളം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായിട്ട് പിന്നെ പാലക്കാട് നഗരസഭ BJPയുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ നഗര കേന്ദ്രീകൃതമായ മേഖലയിൽ BJPക്ക് വേണ്ടത്ര വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞോ? ഇതാ സംശയം. എൻ്റെ പ്രധാന കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ ആഭ്യന്തരമായ ഒരുപാട് കലാപങ്ങളുണ്ടായി. ശോഭാ സുരേന്ദ്രൻ കുറേ കാലമായിട്ട് പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ചില പ്രാദേശിക നേതൃത്വം ശോഭാ സുരേന്ദ്രൻ്റെ വരവിനെ എതിർക്കുന്നുണ്ട്. ഇപ്പോഴും ശോഭാ സുരേന്ദ്രന് വിചാരിക്കുന്നതിൽ വോട്ട് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടുത്തെ BJP ജില്ലാ ഘടകത്തിലെ ചില ആളുകളുടെ പ്രവർത്തനമാണെന്നുള്ളത് വ്യക്തമാകുന്നു. ഇനി ശോഭ തോൽക്കുന്നത് തങ്ങൾ കാരണമാകും എന്നുള്ള രീതിയിൽ ഒരു നരേറ്റീവ് വരുമെന്ന് പറഞ്ഞിട്ട് അവർ കൂട്ടമായിട്ട് ശോഭയ്ക്ക് പിന്നിൽ അണിനിരന്നാൽ സുനിശ്ചിതമാണ് ശോഭാ സുരേന്ദ്രൻ്റെ വിജയം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പാലക്കാട് നഗരത്തിൽ ഇപ്പോൾ മുസ്ലിം വോട്ടുകളാണ് ഗതി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ TK നൗഷാദിൻ്റെയും ഇപ്പോൾ വീണ്ടും മുസ്ലിം കാൻഡിഡേറ്റിൻ്റെയും ഒക്കെ പേര് CPM ഉയർത്തി കാണിക്കുന്നതും. CPMന് ഏറെ വളക്കൂറുള്ള മണ്ണായിട്ടും പാലക്കാട് വേണ്ടത്ര ക്ലച്ച് പിടിക്കാൻ കഴിയുന്നില്ല. ഷാഫി പറമ്പിലിന് 3 തവണ അവിടെ വിജയിച്ച് കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഷാഫി പറമ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ രാഹുലിനെ അവിടെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വിജയിച്ച് കയറാൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നോക്ക്, ഈ പറയുന്ന രമേശ് പിഷാരടി അതൊരു കോൺഗ്രസിൻ്റെ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. CPMൻ്റെ പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച ആളല്ല ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഘടകങ്ങളെല്ലാം തന്നെ അനുകൂലമാണ് ശോഭാ സുരേന്ദ്രന്. പിന്നെ ശോഭാ സുരേന്ദ്രൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് പല കുറി തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതുമാണ്. ഈ ഘടകങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ കൃത്യമായിട്ട് ഒരുക്കിയെടുത്തുകൊണ്ട് വന്നാൽ BJPക്ക് പാലക്കാട് നിന്ന് ഒരു നിയമസഭാ സാമാജികയെ ലഭിക്കും. പക്ഷേ അതിനുള്ള കളം എങ്ങനെ ഒരുക്കിയെടുക്കണമെന്നുള്ളത് BJP സംസ്ഥാന ദേശീയ നേതൃത്വം
കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കണം. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.